നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ കുടുംബത്തിൽ കൂടി, കുടുംബ സംഗമത്തിൽ കൂടിയൊക്കെ ശരിയാണ്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മള് ജ്യേഷ്ഠാനുജത്തിമാര് തമ്മിൽ അതും കൂടാറുണ്ടാകും. കാരണം അഞ്ചത്തിൻ ചേട്ടത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമായിരിക്കും. പക്ഷേ ഇളച്ച് മൂത്തച്ചികൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അവരധികം കൂടൂല. ആയപ്പള്ളിയിലല്ല കേട്ടോ, അവിടെ ആ ഒറ്റ വാതിലേറ്റുള്ളൂ, എനിക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇളച്ചി മുത്തച്ചികൾ അധികം കൂടൂല. അവര് തമ്മിൽ ഭയങ്കര മത്സരത്തിലാണ്. എന്താ മത്സരം? എന്റെ പുയ്യാപ്പിള ഭയങ്കര സംഭവമാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ചായ എടുത്ത് കൊടുക്കണ പരിപാടിയായിരിക്കും. എന്നിട്ട് പറയലെന്താ അവിടെ പോലീസാന്നറിയും. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളല്ലോ ഞാൻ പറഞ്ഞത്, പറഞ്ഞ് വെറുതെ ഇങ്ങനെ പുതിയാപ്പിളിനെ പൊക്കുക, അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താക്കുക, ഭയങ്കര സംഭവമാക്കുക. നല്ലതാണ്. പുയ്യാപ്പിളയെ നിങ്ങൾ ചക്രവർത്തിയെ പോലാക്കിക്കോളൂ. എന്നിട്ട് ആ ചക്രവർത്തിയുടെ റാണിയായി നിങ്ങൾ ജീവിച്ചോളൂ. അല്ലാതെ പുതിയാപ്പിളിനെ അടിച്ചമർത്തി അടിമയാക്കരുത്. നല്ലത് രാജാവിന്റെ രാജ്ഞിയായി ജീവിക്കലാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുണ്ട് ഇതൊക്കെ, പക്ഷെ കുറച്ച് കുറവായിരുന്നു. കാരണം അന്നുള്ളൊരു കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അവരെപ്പോ. എല്ലാവരും ഇങ്ങനെ ഗൾഫിന്റെ പളപ്പളപ്പിൽ ഇങ്ങനെ കൂടി വന്നപ്പോ, കുടുംബ സംഗമത്തിൽ കൂടുമ്പോൾ പോലും നമുക്ക് ഭയങ്കരമായൊരു വെയിറ്റേജാണ്. കല്യാണത്തിനൊക്കെ കൂടുമ്പോ ഒരു മഞ്ഞ ചുരിദാർ ആ കല്യാണത്തിനെടുത്താൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ആ കല്യാണത്തിന് അത് കണ്ടു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആയപ്പള്ളി കുടുംബത്തിലെ അംഗങ്ങളെ, എന്നും ഒരേ ഡ്രസ്സ് ഇടുമ്പോഴാണ് സത്യത്തിൽ അതിനൊരു വെയിറ്റ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാറി ഇടുമ്പോൾ ഇയാൾക്ക് എത്ര, ഇപ്പൊ എനിക്ക് എത്ര കുപ്പായുണ്ട്, എത്ര പാൻ്റ് എന്ന് ഒരാൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ എന്നത്തെയും വേഷം ചെയ്താ ഞാൻ നമ്മളെ പറ്റി പറയല്ല. അതുകൊണ്ട് ഒരു വേഷം തന്നെ ഇപ്പൊ ഇദ്ദേഹം ഇട്ടിട്ടുള്ളത് സഫാരി സൂട്ടാണ്. അത് എത്ര മൂപ്പർക്ക് ഉണ്ടെന്ന് അത്ര പറയാനൊന്നും പറ്റില്ല. ഞാൻ കുപ്പായതൊന്നും മാറ്റണ്ടെന്നല്ല. ഇതിപ്പോ അവിടുന്നൊക്കെ വിട്ടിട്ട് ഒരു കല്യാണത്തിന് 5 ഡ്രസ്സ്, ഒരു കല്യാണത്തിന് 5 ഡ്രസ്സ്, എന്നിട്ട് മാറി ക്യാമറ അങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഫോട്ടോ ഒക്കെ എവിടെ കൊണ്ടിട്ടേ ഒതുക്കണമെന്ന് പറയാൻ പറ്റൂല. ഞാൻ നാളെ എൻ്റെ കുടുംബത്തിലൊരു കല്യാണം നടന്നപ്പോൾ എത്ര ഫോട്ടോ ആയി എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞത് 6000 ആയി എന്നുള്ളതാണ്. 6000 ഫോട്ടോ ഒക്കെയാണ് ഒരു കല്യാണത്തിന് എടുക്കുന്നത്. അവിടുന്നൊക്കെ ഇവിടുന്ന കല്യാണങ്ങളുണ്ട്. എന്നിട്ട് ഈ 6000 ഫോട്ടോ ഒക്കെ നമ്മൾ എന്ത് കാണാൻ? ആവർത്തിച്ച് ഈ എടുക്കണവരാണെങ്കിൽ ഇപ്പൊ ക്യാമറ ഫിലിം ഇല്ലാത്തത് കൊണ്ട് 1000 വട്ടം എടുത്താലും കുഴപ്പമില്ല. ഇതിങ്ങനെ എടുത്തെടുത്തത് വേണ്ടാന്നല്ല, ഒരു മോനുമെന്റിന് വേണ്ടി ഇതൊക്കെ ആയിക്കോട്ടെ. ക്യാമറക്കാരെ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ക്യാമറക്കാരെ കുറിച്ച് പറയല്ല. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഞാനൊരു പരിപാടി പങ്കെടുത്തു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ദുബായിലാണ്. അതിൽ മുഖ്യമന്ത്രിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, അങ്ങനെ 10-200 ആൾക്കാരുടെ ഒരു പരിപാടി. അത് ഹയാത്തിൽ, ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ട് യൂസുഫ് അലിക്കണ്ട് അത് മുതൽ എല്ലാവരും ഉണ്ട്. എന്നെന്തിനാ വിളിച്ചത് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ പോയി കൊടുത്തതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 200 പേരേ ഉള്ളൂ. ആ 200 പേരുടെ ക്യാമറ എടുക്കാൻ വേണ്ടി വന്നത് സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ ക്യാമറക്കാരായ വേണുവിന്റെ ടീമാണ്. സിനിമാ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ക്യാമറ എടുക്കുന്ന വേണുവിന്റെ ടീമാണ്. ഞാൻ സിനിമയെ കുറിച്ച് പറയല്ല. അവര് വന്നിട്ട് ഒരിക്കൽ പോലും ഇവരെ നിർത്തിയില്ല. മമ്മൂട്ടിനെയും പിന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ നിർത്തിക്കാണ്ടെന്ന് ചിരിക്കുന്നൊന്നും പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഒറ്റൊന്നു പോലും എടുത്തില്ല. ആ മൊത്തത്തിലുള്ള ഇവന്റിനെ പകർത്തി അവരങ്ങോട്ട് പോയി. ക്യാമറക്കാരൻ ചെരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്, അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മമ്മൂട്ടിയും കൂടി സംസാരിക്കുന്ന എടുക്കുന്നുണ്ട്, അവർ സ്വകാര്യം പറയാൻ എടുക്കുന്നുണ്ട്, ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ആരെയും നിർത്തിയില്ല. ദാറ്റ് ഈസ് പ്രൊഫഷണൽ ക്യാമറ. അതാണ് ശരിക്കും ലൈവ് ക്യാമറ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കല്യാണത്തിന് പോയി എങ്ങനെ നോക്കിയാൽ പിന്നെ ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ചിരി എന്ന് പറഞ്ഞാൽ ഉള്ളുന്ന് വരേണ്ട ഒരു സാധനമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കണം. എല്ലാ ഫോട്ടോ എടുത്ത് നോക്കി ഒരു ഭാഗത്തേക്ക് കൂടിയിട്ടുണ്ടാവും, കാരണം അത് ഒറിജിനൽ ചിരിയല്ല. അപ്പൊ ഞാൻ ഇതിനൊന്നും മോശമാക്കി കാണല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ആ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് 5 ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ കുടുംബത്തിൽ 25 പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 25x5 എത്ര ഡ്രസ്സായി? ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഇയാളെ നമ്മൾ ടെക്സ്റ്റൈൽസും ശരിയാക്കുന്ന തോന്നുന്നു വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ആ പാവം ടെക്സ്റ്റൈൽസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോഫ ആർക്ക് ഇട്ട് കൊടുത്തതെന്നറിയോ നിങ്ങൾ? അതിലൊരു പെണ്ണും പോയി ഇരിക്കലില്ല വല്ലാണ്ടേ. പെണ്ണുങ്ങളും കുട്ടികളും കൂടിയാണ്ട് കയറി ആ തളർന്നിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് ആ സോഫയില്. എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് ചായ കൊടുക്കും, ഹോർലിക്സ് കൊടുക്കും, ഒക്കെ കൊടുക്കും. കാരണം അറിയാം ഇവർക്ക് പൈസ തരുന്ന ആൾ ഇയാളാണ്, വേർക്കണ ഇപ്പൊ മൂപ്പർക്കാണ്. ഇത് കഴിഞ്ഞ് വരുന്നത് വരെ നമുക്കറിയാൻ പറ്റൂല എത്രയാണ് പടച്ചോനെ ഈ സംഖ്യ എന്നുള്ളത്. അവസാനം നമ്മൾ 25,000 അല്ലെങ്കിൽ 50,000 പ്രതീക്ഷിച്ചത് കാണാൻ എല്ലാം കൂടി പെറുക്കി കൊടുത്തു വന്നിട്ട് 3 ലക്ഷം 4 ലക്ഷം എന്നുള്ള ബില്ലേറ്റ് വരുന്നത്. ഇങ്ങനെ ആയി നമ്മുടെ കല്യാണങ്ങൾ എന്തായി? ഞാൻ ഉള്ളവരെ കുറിച്ചല്ല പറയുന്നത്, ഉള്ളവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞോട്ടെ. ഇല്ലാത്ത ആൾക്കാർ വരെ ഭയങ്കരമായ പ്രസരിപ്പ് കാണിച്ചിട്ട് അവസാനം കടത്തിലേക്ക് അപ്പതിക്കാൻ.
നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാന് തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ഫിനാൻഷ്യൽ പ്ലാൻ ഏറ്റവും സ്ട്രോങ് ആക്കണം. കടങ്ങൾ വരാം, ബിസിനസ് തകരാം, അതൊക്കെ വേറെ ഭാഗങ്ങളാണ്. പക്ഷേ നമ്മളെ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബം കുത്തുപാളയെടുക്കരുത്. നമ്മളെ ഭർത്താവിന് ഒരു പക്ഷേ നല്ല ജോലി ഉണ്ടാകാം വിദേശത്ത്. ആ ജോലിയുള്ള ഭർത്താവ് മാസത്തിൽ അയക്കുന്ന 50,000 രൂപ കണ്ടിട്ട് തിളക്കല്ലേ. UAE-യിലാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ UAE കുറ്റപ്പെടുത്തല്ല. അവിടെ ഇപ്പൊ ബാഹുല്യമാണ്, ജനബാഹുല്യം. ഇഷ്ടം പോലെ ആളുകളെ കിട്ടാണ്ട് ജോലിക്ക് സാലറി കുറഞ്ഞിട്ടും ആളെ കിട്ടാനുണ്ട്. അതുകൊണ്ട് നല്ല നല്ല ജോലിക്കാരൊക്കെ തെറിച്ചുകൊണ്ടിരിക്കാം മിഡിൽ ഈസ്റ്റിൽ നിന്ന്. ആ സമയത്തായിരിക്കും നമ്മുടെ ഭർത്താവും ചിലപ്പോൾ തെറിച്ച് വീട്ടിലേക്ക് വരിക. 5 നയാ പൈസ ഇല്ലാതെ നമ്മൾ അസ്തമിക്കേണ്ടി വരും. നേരെ മറിച്ച് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിലോ നമ്മളെ ഭർത്താവ് ആദ്യം അയച്ചിരുന്ന 50,000 രൂപയിൽ നിന്ന് 10,000 15,000 മാറ്റി നിർത്തി ഒരു കുറിയിലോ മറ്റോ ചേർന്ന്, പലിശയിലെല്ലാം പറഞ്ഞത്, അങ്ങനെ അതൊരു 5 ലക്ഷം രൂപയാക്കി ഒരു പറമ്പ് എവിടെയെങ്കിലും മേടിച്ചിട്ടിട്ട് അത് പിന്നീട് അയാൾ വരുമ്പോൾ വിൽക്കുമ്പോൾ 10 ലക്ഷം രൂപയായാൽ ചുരുങ്ങിയത് അങ്ങനെ ഒരു 4-5 വട്ടം നടന്നാൽ 20 വർഷം കഴിഞ്ഞ് അയാൾ വരുമ്പോഴേക്ക് അയാൾക്ക് 1 കോടി. ഒരു സമർത്ഥയായ പെണ്ണാണെങ്കിൽ അതിന് സാധിക്കും. അതിന് ഞാൻ കോട്ടയത്തുകാരെ വണങ്ങുകയാണ്. കോട്ടയത്ത് നമ്മുടെ ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണ് അവിടെ അതിമനോഹരമായി ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത്. ഞാൻ അവരെ മാത്രം പൊക്കി പറയല്ല. നമ്മുടെ മലബാറിൽ നിന്നോ ഗൾഫിലുള്ള ആൾക്കാർക്ക് വരാൻ പേടിയാണ്. കാരണം പെണ്ണുങ്ങളെ വന്നിട്ട് ഇവിടെ എന്ത് കാട്ടാനാന്ന് പറഞ്ഞിട്ട് വരാനും സമ്മതിക്കൂല. ചുരുക്കി പറഞ്ഞാൽ മക്കൾക്ക് ആവശ്യം എന്താ? ഞാൻ എല്ലാ മക്കളെയും മോശാക്കല്ല. വാപ്പാങ്ങൾ വരുമോ, എന്നാ വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ 28-ാം തീയതി വരുന്നുണ്ടോ, ഡിസംബർ 28-ന് എന്ന് വാപ്പ പറയും. അപ്പൊ നിങ്ങൾ വരുമ്പോഴേ ഐഫോണിന്റെ ഇന്നത് കൊണ്ടുവരണം കേട്ടോ, 15 Pro അല്ലെങ്കിൽ 16 Pro 17 Pro എന്നൊക്കെ പറയും. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ എന്നറിയും. പാപ്പാര് സങ്കടം കൊണ്ട് ഇല്ലായ്മ പറയൂല, അങ്ങനെ നോക്കട്ടെ എന്നൊക്കെ പറയും. 28-ാം തീയതി വിളിച്ചിട്ട് പറയാണ്, മോനെ എനിക്ക് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ജനുവരി കഴിയും ഞാൻ വരാന് എന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ നിരാശ എന്താണെന്നറിയോ? വാപ്പയെ കാണാത്ത സങ്കടമൊന്നുമല്ല, തന്റെ മൊബൈലെത്താത്ത സങ്കടമാണ്. ഗൾഫിൽ നിന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാവം കടന്നു വരുമ്പോ വാപ്പയുടെ പെട്ടി തുറക്കാനുള്ള വ്യഗ്രത കൊടുക്കാനുള്ളതല്ല, പകരം പെട്ടിയിൽ തന്റെ ഐഫോൺ ഉണ്ടോ എന്നതാണ്. മെറ്റീരിയലിസ്റ്റിക് വേൾഡിലൂടെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പയേക്കാൾ പ്രിയം അവന് മൊബൈലാണ്, വാപ്പയേക്കാൾ പ്രിയം അവന്റെ മെറ്റീരിയൽസ് ആണ്. ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടം ഇഷ്ടമാണ്. വാപ്പയേക്കാൾ ഇഷ്ടപ്പെടരുതൊരിക്കലും, വാപ്പയാണ് ഏറ്റവും പ്രധാനം. എത്രയോ വീഡിയോകൾ നമ്മൾ കാണുന്നതാണ്, എത്രയോ വീഡിയോകൾ. ഈ അടുത്തിടെ മനോഹരമായ ഒരു ക്രിയേഷൻ ആണെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ പലതും ഇങ്ങനെ വാപ്പ വെച്ചു കൊടുക്കാൻ, കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട്, എന്നിട്ട് ഓരോ ഐറ്റംസ് ആണ്, അതുകൊണ്ട് ഏതാ സെലക്ട് ചെയ്യാന്നാ നോക്കണത്. കുട്ടീനെ പരീക്ഷിച്ചതാണ്. ആ കുട്ടി, ചെറിയ കുട്ടി, അതൊക്കെ തട്ടിയിട്ട് വാപ്പന്റെ മടിയിൽ വന്നിരിക്കുകയാണ്. ദാറ്റ്സ് നേച്ചർ. അതാണ് നമ്മുടെ സംസ്കാരം. കളിപ്പാട്ടങ്ങൾ എന്റെ ലോകം, എന്റെ ലോകം എന്റെ പിതാവാണ്, എന്റെ മാതാവാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മളെ മക്കളുടെ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടിരാൻ നമുക്ക്. ഇതിന്റെ അർത്ഥം കളിപ്പാട്ടം വേണ്ട, അതിശക്തമായി സ്നേഹിക്കാൻ പറ്റും കഴിഞ്ഞാൽ പിന്നെ ഉമ്മാരോടും ബാപ്പാരോടും വലിയ ബന്ധമൊന്നുമില്ല, അവന് ഫ്രണ്ട്സിനോടാ വലിയ ബന്ധം. കാരണം എന്താ? പ്രീ ഗ്യാങ് സ്റ്റേജ് കഴിഞ്ഞ് ഗ്യാങ് സ്റ്റേജിലേക്ക് പോയി അവരുടെ നല്ല രസകരമായ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ആ സുഹൃത്തുക്കളെ കൂടെ നടക്കുന്ന രസം പോയി പറഞ്ഞിട്ട് ആ പാവം പാതി സ്വത്ത് കൊടുക്കണമെന്ന്, തന്റെ പ്രസംഗത്തിന്റെ അവസാനത്തെ സംസാരം, തന്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് സ്പീച്ചിലെ ലാസ്റ്റ് ഘട്ടം, നിങ്ങൾ പെണ്ണുങ്ങളെ നന്നായി നോക്കണേ എന്നത്, ഇങ്ങനെ എല്ലാ ഭാഗത്തും നിങ്ങളെ ഉയർത്തി മാറ്റി. ഏത് കൊല്ലം മുമ്പ്? 1500ഓളം കൊല്ലമായി ഞാൻ ഈ പറയുന്ന 1400-ലേറെ കൊല്ലമായി ഞാനൊരു നിക്കാഹ് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരുന്നത്. ഖബിൽതു നിക്കാഹ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ഏറ്റെടുത്തു എന്നാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതില്ല. ഒരു ഉദാഹരണം, നിങ്ങളുടെ വാപ്പ നിങ്ങളെ രണ്ടാളും കൂടി ഉംറക്ക് പോയിക്കോടി, ആങ്ങളും പെങ്ങളും കൂടി. എന്നിട്ട് ആങ്ങളന്റെ അടുത്ത് 2 ലക്ഷം ഉറുപ്പിക എടുത്ത്, പെങ്ങളെടുത്ത് എന്തു കൊടുത്ത്? 1 ലക്ഷം കൊടുത്ത്. എന്നിട്ട് ആങ്ങളിനോട് പറയാണ്, പോണ ടിക്കറ്റ് നീ റൂം നീ എടുക്കണം, ഉംറന്റെ മുഴുവൻ ചെലവ് നീ എടുക്കണം, മോളെ നിനക്കത് 1 ലക്ഷം ഉറുപ്പിക, ഇതിന്നൊരു നയാ പൈസ ചെലവാക്കരുത്. ഏതെങ്കിലും എടുക്കുക? എന്താ പറയാത്തത്? മറ്റതൊക്കെ ചെലവായി പോണ പൈസയാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കല്ല. മക്കളെ 10 മാസം ഗർഭം ചുമന്നു എന്നാണ് നമ്മൾ പറയാ. മക്കളെ 10 മാസം, അത് നല്ലതാണ്.
അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് വഹ്നുൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് പെണ്ണുങ്ങൾ അഥവാ അവരുടെ കുഞ്ഞുങ്ങളെ ചുമന്നത് എന്ന് എല്ലാ ആദരവും നൽകുന്നു നിങ്ങൾക്ക്. പക്ഷെ ഒരു ആണ് ചുമക്കുന്നത് എത്രയെന്നറിയോ നിങ്ങൾക്ക്? ആ പാവം കുട്ടിയുടെ അതിന്റെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഈ മനുഷ്യന്റെ മരണം വരെ ആ മക്കളെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആണിന്റെയും അവസ്ഥ ഇതാണ്. പെണ്ണ് ചുമക്കുന്നത് 10 മാസമാണെങ്കിൽ ഞാൻ അതിനെ വില കുറക്കല്ല, അത് ഏറ്റവും വലിയ ചുമക്കൽ തന്നെയാണ്. ഒരു പിതാവ് ചുമക്കുന്നത് എത്രയോ വർഷങ്ങളാണ്, അതാരും കാണുന്നില്ല. ഇന്ന് കേരളക്കരയിൽ നിങ്ങൾ എടുത്തു നോക്കുക, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്ന് മരിക്കുന്നതും ഇതേപോലെ തന്നെ സ്ട്രോക്ക് വന്ന് മരിക്കുന്നതും ആണുങ്ങളാണ്. എന്താ കാരണം എന്നറിയോ? നെഞ്ചിൽ നെരിപ്പോട് പോലെ സങ്കടങ്ങൾ കൊണ്ട് നടന്നിട്ട് അവസാനം അറ്റാക്കായിട്ട് പരിണമിക്കുകയാണ്. ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അറ്റാക്കിൽ മരിക്കുന്നത്, പെണ്ണുങ്ങളല്ല. ഞാൻ പെണ്ണുങ്ങളെ മോശമാക്കല്ല, നിങ്ങൾക്കെല്ലാ അഭിവാദ്യങ്ങളും പറഞ്ഞോടെ. നിങ്ങൾ മിംസിൽ പോയിട്ട് കണക്കെടുപ്പ് നോക്ക്, മെഡിക്കൽ കോളേജിൽ പോയിട്ട് കണക്കെടുപ്പ് നോക്ക്. ഏറ്റവും കൂടുതൽ ICUയിൽ വെച്ചിട്ടും അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ കെയർ യൂണിറ്റിൽ വെച്ചിട്ടും ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആണുങ്ങളാണ്. എന്താ കാരണം എന്നറിയോ? സങ്കടങ്ങൾ മുഴുവൻ നെഞ്ചിൽ കൊണ്ട് നടന്നതുകൊണ്ട്. പെട്ടെന്ന് അറ്റാക്ക് വരുന്നു, ഇങ്ങോട്ട് നടക്കുന്നത് അറ്റാക്ക്, ഇങ്ങോട്ട് നടക്കുന്നത് സ്ട്രോക്കുമാണ്. ഇതിലേറ്റവും കൂടുതൽ അംഗങ്ങൾ ആണുങ്ങളാണ്. പെണ്ണുങ്ങൾ ആരോടെങ്കിലും കരഞ്ഞിട്ടെങ്കിലും പറയും, സങ്കടം കൂട്ടുകാരിയോടെങ്കിലും പറയും. ആണുങ്ങൾ ഒതുക്കി കൊണ്ട് നടന്ന അവസാനം ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെ അവന്റെ ജീവിതം തന്നെ പൊട്ടിത്തെറിക്കും. ഇതാണ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മെ സംബന്ധിച്ച് ആ ആണിന്റെ തലയിൽ എല്ലാം വെച്ചു കൊടുത്തു ഇസ്ലാം. പടച്ചോൻ പറഞ്ഞു, നീ പെണ്ണിനെ ഇടങ്ങറാക്കരുത്, അവൾക്ക് സങ്കടങ്ങൾ അഥവാ സമ്പത്തിന്റെ പേരിൽ നീ ഉണ്ടാക്കരുത്. അതുകൊണ്ട് സാമ്പത്തികപരമായി അവരെ സുരക്ഷിതമാക്കണം. അതിനാണ് ഈ 2 ഇരട്ടി കൊടുത്തത്. അല്ലാതെ ഈ ഇങ്ങനെ വാങ്ങിയിട്ട് പെര വെക്കണ സമയത്ത് ഞാൻ 50 കണ്ട് എന്നിട്ട് നമ്മൾ പെരയേറ്റാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു സംഭവത്തെ കാലങ്ങൾക്ക് ശേഷം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരൊന്ന് മാറ്റിമറിക്കുമ്പോ നിങ്ങൾക്ക് ആണുങ്ങളോട് ദേഷ്യമാണ്. ഇസ്ലാം പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. വാപ്പ മരിച്ചാൽ ഇനിയിപ്പോ അതൊക്കെ ചർച്ച വരും. വാപ്പ മരിച്ചു, പക്ഷെ വെള്ളിപ്പ ജീവിച്ചിരിപ്പുണ്ട്, ആ മക്കൾക്ക് സ്വത്തില്ല. ഇതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. കളിക്കലല്ല തുല്യത. തുല്യത എന്ന് പറഞ്ഞാൽ അവകാശത്തിൽ തുല്യതയാണ്, നീതിയിൽ തുല്യതയാണ്, അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതങ്ങളിൽ തുല്യതയാണ്. ഒരിക്കലും അതല്ലാതെ ഏതെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരു വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് കൈകൾ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലല്ല തുല്യത. ഈ ലോകത്തിൽ എല്ലാറ്റിനും ഒരു രീതിയില്ലേ? നിങ്ങൾ നോക്കിയാട്ടെ, പ്രശസ്തരായ സിനിമാ നടിമാരൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ അഭിനയം നിർത്തുന്നുണ്ടല്ലോ. എന്താ ബാക്കി അവർക്ക് തുടർന്നുകൂടെ? ആലി മുസ്ലിയാരെ പോലെയും മറ്റുള്ളവരെ പോലെയുള്ള മനസ്സുകൊണ്ട് നടക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വർഗീയതയില്ലാത്ത കുടുംബമായി, ആരോടും പോരില്ലാത്ത കുടുംബമായി, ആരോടും വിദ്വേഷമില്ലാത്ത കുടുംബമായി നമ്മൾ മാറണമെങ്കിൽ അത്ര വിശാലതയിലേക്ക് നമ്മൾ എത്തണം. ഏത് രാഷ്ട്രീയക്കാര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിലേക്കില്ലെന്ന് നമ്മുടെ സ്വന്തം പാർട്ടിയാണ് പറഞ്ഞെന്ന് വിചാരിക്കുക. നോ പറഞ്ഞ ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ അസ്സലാമു തന്നെ അവരോട് പിരിഞ്ഞു പോകൽ പോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഇങ്ങനെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐക്യം, സമൂഹത്തിന്റെ ഐക്യം, രാഷ്ട്രത്തിന്റെ ഐക്യം, ഈ രാജ്യം ഇനിയും പുരോഗതിയിലേക്ക് പോകേണ്ടുന്നതിന്റെ ആവശ്യകത എല്ലാം കൂടി ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റുക. ഞാൻ പറയാം ആയപ്പള്ളി കുടുംബത്തിൽ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിപ്പിക്കുന്നു. അവനവന്റെ സംഘടനയും കൊണ്ട് നമ്മൾ പോവാ. ഒരു കുടുംബമാകുമ്പോൾ വ്യത്യസ്ത സംഘടന ഉണ്ടാവും. ഇവിടെ AP-കാരുണ്ടാകാം, EK-കാരുണ്ടാകാം, സലഫികളുണ്ടാകാം. ഇവിടെ AP-കാരുണ്ടാകാം, EK-കാരുണ്ടാകാം, സലഫികളുണ്ടാകാം, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകാം, വേറെ പലതും ഉണ്ടാകാം. അവരവരുടേതായ രീതിയിൽ പോകട്ടെ. അതൊന്നും കുടുംബത്തിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. കുടുംബത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാൻ അതിനെ ഒരിക്കലും എന്താക്കരുത്, വലിച്ചിഴച്ച് കൊണ്ടുവരരുത്. അത് അവരും അവരുടെ ആ ഒരു ഇതുമായി ജീവിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർ വ്യത്യസ്തമായി ഉണ്ടാകാം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാം, കോൺഗ്രസ്സുകാരുണ്ടാകാം, ലീഗുകാരുണ്ടാകാം, പലരും ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും എന്താകരുത്, രാഷ്ട്രീയത്തിന് നമ്മുടെ കുടുംബത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരരുത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിലപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടേക്കണം. മനുഷ്യന്മാര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. രാഷ്ട്രീയത്തിന്റെ പേര് ശിഥിലീകരണം ഉണ്ടാകരുത്. കുടുംബസംഗമം നടക്കുമ്പോ ഒരിക്കലും ഇവിടെ ഉണ്ടാകൂല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് പറയാൻ, എന്റെ സംഘടനയിൽ നിന്ന് ആളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാണ്, എല്ലാവർക്കും പറ്റിയ ആൾക്കാരെ നമ്മൾ കൊണ്ട്, ഒരാളെ വിമർശിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തായാലും പങ്കെടുപ്പിക്കരുത്.
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ എന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ സംഘങ്ങളെ ചേർക്കാൻ നമുക്ക് പറ്റണം, കുടുംബത്തെ ചേർക്കാൻ നമുക്ക് പറ്റണം. കുടുംബത്തിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നിങ്ങൾ പെട്ടെന്ന് പൈസക്കാരനാവും, പെട്ടെന്ന് 1 കൊല്ലം കൊണ്ട് 1 കോടിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് 10 കോടി ഇട്ടെങ്കിൽ അങ്ങനെ. കഥകൾ ഇങ്ങനെ മെനഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ക്ഷണിക്കാൻ തുടങ്ങും. ഒരു ഗ്രാജുവൽ പ്രോസസ്സിംഗ് ഇല്ലേ, അതിലൂടെ പോയാൽ മതി. എത്രയോ കുട്ടികൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ട്രാപ്പിലാണ്. മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഓരോ ഗെയിമുകളും, അതും ഇതാ ഗെയിം ക്രിയേഷൻ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കാൻ പറയുന്നുണ്ട്. ആ പൈസക്ക് വേണ്ടിയിട്ട് പൈസ ഇടും. ഇങ്ങനെ കുട്ടികൾ വഷളായിക്കൊണ്ടിരിക്കാൻ. അതിലേക്കൊന്നും കുട്ടികൾ പോകാതിരിക്കണേ എന്ന് ഞാൻ ഉപദേശിക്കല ചില നിർദ്ദേശങ്ങൾ വെക്കാൻ. പെൺകുട്ടികളോട്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഏത് വരണുണ്ട്, സുലു ഉണ്ടാവില്ല അവിടെ. സുലു ആരാ? വേറെ പെരേക്ക് പോകേണ്ട ഒരാളാണ്. സുലുവിനെ അവിടുന്ന് കെട്ടിക്കൊടുത്തതാണ്. അവിടത്തെ ഒരു മോളാണ് ഈ സുലു. പക്ഷെ ഈ പെങ്ങൾ വരുമ്പോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകണ്ടാന്ന് വിചാരിക്കും. അതായത് നമ്മളെ പെമ്മക്കൾ പെരി വരുമ്പോ കൊടുക്കാ പോണ ഇന്ന് മോള് വരും എന്ന് പറയാണ്. അപ്പൊ ഈ കുട്ടിക്ക് കുട്ടിന്റെ അമ്മാനെ കാണാൻ പോണ്ടേ? എന്താ നമ്മൾ മാന്തളിന്റെ കണ്ണ് പോലെ ഒരു കണ്ണ്, മാന്തലിന്റെ കണ്ണ് പോലെ കണ്ണാവല്ലേ? മാന്തൽ ഒരു ഭാഗത്തെ കണ്ടുള്ളൂ എന്ന് പറയാറുണ്ട്, എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവാൻ. അതുപോലെ ആകല്ലേ നമ്മുടെ പെൺകുട്ടികളെ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയും. അവൾക്ക് ഉപ്പയുണ്ട്, അവൾക്ക് ഉമ്മയുണ്ട്. അവളുടെ ഉമ്മാമ്മ കാത്തിരിക്കുന്നു, അവളുടെ ഉപ്പ കാത്തിരിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ അവൾ അനാഥമല്ല. ഒരിക്കലും അവളുടെ ഉപ്പ യതീമാക്കിയിട്ടില്ല. കല്യാണം കഴിച്ചു വിട്ടിട്ടേ ഉള്ളൂ. അവളെ ഉപ്പയെ കാണാൻ അവൾക്ക് അവകാശമുണ്ട്, ഉമ്മയുടെ അടുക്കൽ പോകാൻ അവകാശമുണ്ട്, വീണ്ടും അവളുടെ പഴയ കുടുംബത്തിലൊക്കെ പോയി സന്ദർശിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അത് നമ്മൾ എന്തായാലും ചെയ്തു കൊടുത്തേ പറ്റൂ. അങ്ങനെ പാരസ്പര്യത്തിന്റെ, അതിനാ പാരസ്പര്യം എന്ന് പറയാ. നമ്മളെ മോള് വരുമ്പോൾ അവളൊന്നും അവിടെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രസം തന്നെയല്ലേ, നമുക്ക് പഴയ പോലെ ഒന്ന് മക്കളൊക്കെ ഇരുന്ന് സംസാരിച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലടുത്തൊരു മരുവോള് പറയാണ്, മരുവന്മാർക്ക് ചില മരുക്കൾ അങ്ങനെ അവരെ പെരീക്ക് പോകണ തീരെ ഇഷ്ടം ഉണ്ടാവില്ല, അമ്മായിമാന്റെ കൂടെ തന്നെ നിൽക്കലായിരിക്കും ഇഷ്ടം. അങ്ങനെ ചില മരുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരവിടെ തന്നെ നിന്നോട്ടെ, അല്ലാതെ നിർബന്ധം പിടിപ്പിച്ചിട്ട് ഒരിക്കലും ഉണ്ടാക്കരുത്. അങ്ങനെ പഴയ അമ്മായിമ്മമാരോടൊക്കെ വെള്ളിയാഴ്ച പോണെങ്കിൽ തിങ്കളാഴ്ച ചോദ്യം തുടങ്ങണം. അമ്മ ഞാൻ വെള്ളിയാഴ്ച പോകട്ടോ, നിങ്ങൾ സമ്മതിക്കണട്ടാ. അങ്ങനെ വ്യാഴാഴ്ച ആകുമ്പോൾ അമ്മായിമാർക്ക് കുറച്ചും കൂടി ഒരു എടുപ്പാ, അല്ലെങ്കിൽ ഇപ്പൊ നാളെ പോണോ എന്നൊക്കെ ചോദിക്കും. ആകെ ഇടങ്ങറാക്കുന്ന ചില അമ്മായിമ്മമാര് പണ്ട് എന്തായിരുന്നത്രേ, അങ്ങനെ എനിക്കറിയുള്ളൂ. അതേപോലെ ഒരു അമ്മായിമ്മ നമ്മൾ ആകരുതേ. ഇവരെ നെഞ്ചിൽ ചേർത്ത് ചുംബനം കൊടുക്കുന്ന, മരുമക്കളെ സ്വന്തം മക്കളായി കാണുന്ന ഉമ്മമാരായി നമ്മൾ മാറുമ്പോ ഉമ്മമാർക്ക് തിരിച്ചും ഇത് കിട്ടുക എന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മളെ പ്രിയപ്പെട്ടവർ, ഞാൻ ഉദ്ഘാടനം ചെയ്ത് പോയി എന്നാ വിചാരിച്ചത്, നമ്മളെ പ്രിയപ്പെട്ട MLA എത്തി. ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ, ഒരു സ്ത്രീയും ഒരു ഉമ്മയെയും നമ്മൾ മോശമാക്കല്ലേ. പാവം നമ്മുടെ ഉമ്മ കരിഞ്ഞ കൈയുമായിട്ട് കൂടെ ഉണ്ടാകും. കൈയൊന്നും വലിയ കാണാൻ രസമൊന്നും ഉണ്ടാകൂല. പക്ഷേ ആ കൈ കാണാൻ രസമില്ലാതെ ആയത് എന്തിന്റെ പേരിലെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തതിന്റെ പേരാണ്. അമ്മയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. അമ്മയിൽ അരയുന്നത് പാവം അവളാണ്. അതേപോലെ തന്നെ ഒരിക്കലും ഇരുട്ടത്തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിൽ അഗ്നി പോലെ കത്തിയാളുന്നത് പാവം അവളാണ്. അമ്മയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തത് കൊണ്ട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അവരിയുന്നത് പാവം അവളാണ്. അടുപ്പിലൂതി ഊതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അടുപ്പിലെ വിറകായി എരിയുന്നത് അവളാണ്, അവളുടെ ജീവിതമാണ് എന്ന് കവി പറഞ്ഞു വെച്ചതുപോലെ പാവം ഉമ്മയുടെ അവസ്ഥ അതാണ്. ഉപ്പയുടെ അവസ്ഥ നെഞ്ചിൽ നെരിപ്പോടുമായിട്ട് നടക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം ഒറ്റപ്പെടാതിരിക്കാൻ നമുക്ക് നോക്കണം. സോഷ്യൽ മീഡിയ നോക്കുന്ന മക്കള് ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോ എന്റെ അമ്മ ഇപ്പൊ എന്തായിരിക്കും എടുക്കണമെന്ന് ഒന്ന് മാളികപ്പുറത്തുനിന്ന് ഇറങ്ങി വരിക. എന്നിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തമ്മ സുഖം തന്നെ, നിങ്ങൾ ചായ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛന് നിങ്ങൾ പറയരുത്. ഞാനും പറയാറുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന്. പക്ഷേ നമുക്ക് രാഷ്ട്രീയ ചിന്തയുണ്ടാകണം. നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന അവസ്ഥയുണ്ടാകുമ്പോ രാഷ്ട്രീയപരമായ നവജാഗരണം നമുക്കുണ്ടാകണം. ഒറ്റപ്പെടരുത് നമ്മൾ, തുല്യമല്ലാതിരിക്കരുത് നമ്മൾ. അതിനുവേണ്ടി ആർജവത്തോടെ പോരാടണം നമ്മൾ. അങ്ങനെയുള്ള ഒരു സമൂഹമായി, ഒരു കുടുംബമായി ഈ ആയപ്പള്ളി കുടുംബം ഇനിയും ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉദ്ഘാടകൻ എത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് മൊഴിവാരി ഉയർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.